السلام عليكم. الصلاة والسلام على أشرف المخلوقين وعلى آله بفائزين الله أما بعد. ഏറ്റവും ബഹുമാനാദരവുള്ള എൻ്റെ മുമ്പിൽ ഉപവിഷ്ടരായിരിക്കുന്ന താലീം സുഹൃത്തുക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട ഉസ്താദുമാരെ, അസ്സലാമു അലൈക്കും. എനിക്ക് നിങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതേതരത്വ ഗുണപാഠങ്ങളെ കുറിച്ച് അല്പം നിങ്ങളുടെ മുമ്പിൽ സംവദിക്കാനാണ് ഞാൻ ഇവിടെ എഴുതി നിൽക്കുന്നത്. അതെനിക്ക് പറയുവാനും നിങ്ങൾക്കത് കേട്ട് മനസ്സിലാക്കുവാനും ആദ്യം തോഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ നാളെ അവരുടെ ജന്നാത്തുൽ ഫിർദൗസിലും നമ്മൾ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സദസ്സിലിരിക്കവേ ഒരു അന്യ മതസ്കന്റെ മയ്യത്ത് അതിലൂടെ കടന്നു പോവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണീറ്റ് നിൽക്കുകയും ചെയ്തു. സഹാബത്തിങ്ങൾ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലയോ നബി തങ്ങളെ, എന്തിനാണ് ഒരു അന്യമതസ്കരെ കാണുമ്പോൾ, അന്യമതസ്കരുടെ മയ്യത്ത് കാണുമ്പോൾ നിങ്ങൾ എന്തിനാണ് എണീറ്റ് നിന്നെന്ന് നബി സല്ലല്ലാഹു അലൈഹി സഹാബത്ത് സംശയം പ്രകടിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അതും ഒരു മനുഷ്യനല്ലേ, അതുകൊണ്ടാണ് ഞാൻ എണീറ്റ് നിന്നത് എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈനംദിനം നടന്നു വരുന്ന ഒരു വഴിയിലൂടെ എന്നും ചപ്പുചവറുകൾ വലിച്ചെറിയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു ജോലി സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയിലൂടെ വരുമ്പോൾ ചപ്പുചവറുകൾ വലിച്ചെറിയുകയായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ആ ജോലി സ്ത്രീയെ കാണാതായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരം അന്വേഷിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീ രോഗശയ്യയിലാണെന്ന് അറിയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ത്രീയെ കാണാനെത്തുകയും കുശലം അന്വേഷിക്കുകയും വിവരം അറിയുകയും രോഗസന്ദർശനം നടത്തുകയും ചെയ്തു. ഇത്രയേറെ ബുദ്ധിമുട്ടിച്ചും വേദനിപ്പിച്ചിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ത്രീയെ സന്ദർശിക്കുകയും ഒരു അന്യമതസ്കയായിട്ട് കൂടി ആ സ്ത്രീയെ സന്ദർശിച്ച് രോഗശയ്യയിൽ കിടക്കുന്ന ആ സ്ത്രീയെ സന്ദർശിച്ചു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു കുലമുന്തിരിയുമായി ഒരു സ്ത്രീ കടന്നു വരികയും സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന ഒരു സദസ്സിലേക്ക് ഒരു സ്ത്രീ ഒരു കുലമുന്തിരിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊണ്ടുവന്നു കൊടുക്കുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മുന്തിരി കൊല മേടിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ഒന്ന് എടുത്ത് കടിക്കുകയും ചെയ്തു. മുഴുവൻ പൗരന്മാർക്കും ജാതി മതവർഗ വ്യത്യാസമില്ലാതെ തുല്യനീതി അവിടെ ഉറപ്പുവരുത്തി സ്വേച്ഛാധിപതികളാലും ഗോത്രതർക്കങ്ങളാലും ചുറ്റപ്പെട്ട ഈ ഒരു ലോകത്ത് നിലവിൽ വന്ന ആദ്യത്തെ വ്യവസ്ഥാപിത സ്റ്റേറ്റും ഭരണഘടനയും അത് മദീനയിലേതായിരുന്നു. ഏതൊരു സഹിഷ്ണുവിന്റെയും യഥാർത്ഥ സ്വഭാവം പ്രകടമാകുന്നത് അവർക്ക് ആധിപത്യം ലഭിക്കുന്ന സന്ദർഭത്തിലാണ്. നമ്രോദും ഫറോവയും അടക്കം എക്കാലത്തെയും സ്വേച്ഛാധിപതികളും ഫാഷിസ്റ്റുകളും അസഹിഷ്ണുത പ്രകടിപ്പിച്ചത് അവരുടെ കയ്യിൽ അധികാരം എത്തിയപ്പോഴായിരുന്നു. ഇന്ത്യ മഹാരാജ്യത്ത് ലോകത്തിൽ തന്നെ നാണക്കേടിലാക്കും വിധം സംഘപരിവാർ സർക്കാർ വർഗീയതയും സഹിഷ്ണുതയും വളരെ മോശം രീതിയിൽ പ്രകടമാക്കുന്ന ഈ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു നൽകിയ സഹിഷ്ണുതയുടെയും മതേതരത്വത്തിന്റെയും പാഠങ്ങൾ എന്തുകൊണ്ടും പരാമർശിക്കേണ്ടത് തന്നെയാണ്. വിട്ടുവീഴ്ചയും ധാർമ്മികതയും കാരുണ്യവും പഠിപ്പിച്ച് ഈ കാണുന്ന സമൂഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർത്തുമ്പോൾ നമ്രോദും ഫറോവയും സംഘപരിവാറും കുടിപ്പകയും വിദ്വേഷവും വർഗീയവും ആളിക്കത്തിച്ച് ഈ കാണുന്ന സമൂഹത്തെ ശിഥിലമാക്കി സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്. ഇവിടെയാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകർക്ക് മാതൃകയാകുന്നത്. സർവ്വ നിയന്ത്രണങ്ങളും അധികാരവും കയ്യിൽ വന്നപ്പോഴും സമാധാന കരാറുകളോ ഭരണഘടനയോ പൊളിച്ചെഴുതാൻ അവിടുന്ന് മുതിർന്നില്ല എന്ന് മാത്രമല്ല, ആ ഒരു പരിവർത്തനത്തെ പറ്റി ചിന്തിക്കുക പോലും ചെയ്തിരുന്നില്ല എന്നതായിരുന്നു. തന്നെയും തന്നെ വിശ്വസിച്ചവരെയും ക്രൂരമായി പീഡിപ്പിച്ച് ഒടുവിൽ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയ ബഹുദൈവ വിശ്വാസികൾക്കെതിരെ ഫതഹ് മക്ക വിജയം നേടിയ നാൾ അവിടുന്ന് സ്വീകരിച്ച പ്രതികരണം ചരിത്രത്തിൽ നിസ്തുല്യമായിരുന്നു. പ്രതികാരത്തിൻ്റെതല്ല, മറിച്ച് വിട്ടുവീഴ്ചയുടെയും ദിനമാണെന്നായിരുന്നു ഭയവിഹരനായ തന്റെ മുന്നിൽ തടിച്ചുകൂടിയ മക്ക മുശ്രിക്കുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഉൾക്കൊള്ളലിന്റെ മഹത്തായ മാതൃക ലോകത്തിന് സമർപ്പിക്കുകയായിരുന്നു.
നജറാനിലെ ക്രൈസ്തവ സംഘത്തിന് മദീന പള്ളിയിൽ ആരാധന കർമ്മം നിർവഹിക്കാൻ സൗകര്യമൊരുക്കി കൊടുത്ത പ്രവാചകനെയാണ് നാം ഇന്ന് ഈ ലോകത്ത് മാതൃകയാക്കേണ്ടത്. വർഗീയതയുടെയും വംശീയതയുടെയും പേരിൽ ഇന്ന് ഈ ലോകം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം 7 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ പഠിപ്പിച്ചു തന്ന മതേതരത്വത്തിന്റെ പാഠങ്ങളുണ്ടെന്ന സത്യം ഞാനിവിടെ പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ ഈ പ്രസംഗം ഇവിടെ വാങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, മറ്റു എന്നെ ശബ്ദം ശ്രവിക്കുന്ന മുത്തആലിം സുഹൃത്തുക്കൾ, ഒക്ടോബർ 11 ദേശീയ ബാലാവകാശ കമ്മീഷൻ നമ്മളെല്ലാം അറിഞ്ഞതുപോലെ ഒരു നോട്ടീസ് എല്ലാ സംസ്ഥാനത്തെ ഗവൺമെന്റുകൾക്കും അയക്കുകയുണ്ടായി. അതിനവർ പറയുന്നത് മദ്രസകൾ കൂട്ടിക്കണമെന്നാണ്. അതുകൊണ്ട് അവർ ചില കാരണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. മദ്രസ എന്ന് പറയുന്ന മദ്രസകളിൽ തീവ്രവാദങ്ങളാണ് പഠിപ്പിക്കുന്നത് എന്നാണ്. ഇതിന്റെയൊക്കെ പിന്നിലുള്ള കാരണം എന്നാൽ ഇസ്ലാമിനെ അവർക്ക് ഇവിടുന്ന് ആട്ടി ഓടിക്കണം, അതായത് മുസ്ലിങ്ങളെ ഇവിടുന്ന് ആട്ടി ഓടിക്കണം എന്നാണ്. ആദ്യം അവർ പൗരത്വ ഭേദഗതി കൊണ്ടുവന്നു, അത് നടപ്പിലായില്ല, അതാണ് ബാധിക്കുന്നു പോയി. അതുപോലെ തന്നെ വഖഫ് ഭേദഗതി കൊണ്ടുവന്നു, പിന്നെ ഏക സിവിൽ കോഡ്, പിന്നെ ഇപ്പോഴിതാ അവർക്ക് അവസാനം കിട്ടിയത് മദ്രസകളിൽ ഭീകരവാദമാണ് പഠിപ്പിക്കുന്നത് എന്നാണ്. നമ്മളെ ഇന്ത്യ വിട്ട് പിന്നെ പുറം രാജ്യങ്ങളിൽ നോക്കിയാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവിടെയൊക്കെ മദ്രസ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെ 1 മണിക്കൂർ അങ്ങനെയൊന്നല്ല. അവരെ രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെയാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്. അതിൽ മുസ്ലിം കുട്ടികളെക്കാളുപരി ഹൈന്ദവ സഹോദരങ്ങളാണ് പഠിക്കുന്നത്. എന്തിനേറെ പറയുന്നു, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന രാജാ റാം മോഹൻ റോയ് വരെ മദ്രസയിൽ പഠിച്ചു വളർന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് ഹൈന്ദവ നേതാക്കളും മദ്രസകളിൽ പഠിച്ചവരാണ്. നിന്റെ അയൽവാസി ഒരു കാഫിറാണെങ്കിൽ പോലും അവനെ ബഹുമാനിക്കുക എന്ന് പഠിപ്പിച്ച ഇസ്ലാമാണോ ഭീകരവാദം പഠിപ്പിക്കുന്നത്? അല്ലാഹു തആല ദീനുൽ ഇസ്ലാമിനെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. ആമീൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. Next orator is on the stage by Get Ready. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനങ്ങൾ നിറഞ്ഞ ഉസ്താദുമാരെ, വേദിയിലിരിക്കുന്ന മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം മദ്രസ അടച്ചുപൂട്ടുന്നതിന്റെ ലക്ഷ്യം എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കാനാണ്. അതിന് എനിക്ക് തൗഫീഖ് നൽകിയ പ്രപഞ്ച പരിപാലകനായ അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. ഹൈന്ദവ ധർമ്മത്തിന്റെ സനാതന ധർമ്മത്തിൽ അവർക്ക് വേണ്ട
പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിട്ട് മദീനയിലേക്ക് പ്രചരണാവശ്യത്തിന് പോയപ്പോൾ സംഭവിച്ചത്. അവിടെയുള്ള അൻസാരികളായ ആളുകൾ മുഹാജിരീങ്ങളായ ആളുകൾക്ക് സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരോട് കൂടി പള്ളികൾ നിർമ്മിക്കാൻ സന്നദ്ധരാവുകയും ചെയ്യുകയാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേരളത്തെ സ്വാധീനിച്ചതായിക്കൊണ്ട്. മറ്റൊരു സ്വാധീനം നാം എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ന് കേരള ദീനി വിജ്ഞാന മേഖലകളിൽ വിപ്ലവം തീർക്കാൻ കഴിഞ്ഞ പള്ളി ദർശനങ്ങൾ കടന്നുകയറ്റമാണ്. മഹാനായ മഖ്ദൂമിമാർ ഈ കേരളത്തിന് പള്ളി ദർശനങ്ങൾ പരിചയപ്പെടുത്തി തരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പള്ളി ദർശനമുണ്ട്. മസ്ജിദുൻ നബിയുടെ ചെലവിൽ ദീൻ പഠിക്കാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ച അബുൽ സുബ്ബയുടെ ദർശി പാരമ്പര്യമാണ് ഇന്ന് കേരള മുസ്ലിമിന്റെ ദർശി പാരമ്പര്യം. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേരളത്തെ സ്വാധീനിച്ചതായിട്ടുണ്ട്. മറ്റൊരു സ്വാധീനം എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ന് കേരള മുസ്ലിമാന്റെ ആദർശ സംരക്ഷണം കൈവരിച്ചിട്ടുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപക പ്രസിഡന്റായ വരക്കൽ മുല്ല കോയ തങ്ങളടക്കം കേരള മുസ്ലിമാന്റെ ദീർഘകാലം നേതൃത്വം നൽകിയ ശംസുൽ ഉലമയെ അടക്കം എന്തിനേറെ പറയുന്നു, കേരള മുസ്ലിം ഉമ്മത്തിന്റെ മാർഗദർശനമായ പാലക്കാട്ടെ കുടുംബമടക്കം യമനി പാണ്ഡിത്യമുള്ളവരാണ്, യമനിൽ നിന്ന് വന്നവരാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടില്ലേ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ വശാമിനാ എന്ന്. ആ ബർക്കത്തെടുത്ത പണ്ഡിത വാർത്തകളാണ് ഇന്നും കേരളത്തെ നയിക്കുന്നത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേരളത്തെ സ്വാധീനിച്ചതായിക്കൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകിയിരിക്കുമാറാവട്ടെ. പ്രാചീന കാലം മുതൽക്ക് തന്നെ ലഭിച്ച സമസ്തയുടെ യാഥാർത്ഥ്യമുഖമായ സമസ്ത അന്ത്യനാൾ വരെയും നിലനിൽക്കും. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തെ കിറാമിനെ ഏൽപ്പിച്ചു കൊടുത്ത കർത്തവ്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളാണ് ദാവം ചെയ്യുന്ന പണ്ഡിത മഹത്തുക്കൾക്ക് കീഴിൽ ഒരടി വന്ന് ചലിക്കാതെ നാം ഇനിയും മുന്നോട്ട് പോകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്ത് മുഖേന നമുക്ക് തന്ന ഈ വെളിച്ചം നാം ഇനിയും ഉയർത്തിപ്പിടിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് തന്ന ഈ വെളിച്ചം നാം ഇനിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധ ദീനിന്റെ വാഗ്ദാനങ്ങളായി ആ ദീനിന്റെ പ്രബോധനം ചെയ്തുകൊണ്ട് ജീവിക്കാൻ നാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. Next and last collector came on the stage. Senior വിഭാഗം മലയാള പ്രസംഗ ദർശനം കഴിഞ്ഞ ഉടൻ വേദിയൊന്നിൽ സൂപ്പർ സീനിയർ വിഭാഗം മാപ്പിളപ്പാട്ട് മത്സരം ഉണ്ടായിരുന്നതാണ്. അതിലേക്കുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് തയ്യാറാവുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന ആദരവ് നിറഞ്ഞ ഉസ്താദുമാരെ, മറ്റൊരു പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി മിത്രങ്ങളെ, ഇത്രയും വർണ്ണാഭമായ ഒരു കലാവേദിയിൽ നിങ്ങളുമായി സംവദിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഏറെ കൃതാർത്ഥൻ. അൽഹംദുലില്ലാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മതേതര പാഠങ്ങൾ എന്തുകൊണ്ടും ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. മക്കയിലേക്ക് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കടന്നു വരുമ്പോൾ മക്ക എന്ന് പറയുന്ന പ്രാന്ത പ്രദേശം വർഗീയത കൊണ്ടും വർണ്ണ വിഭേദങ്ങൾ കൊണ്ടും കറുപ്പിന്റെയും വെളുപ്പിന്റെ പേരിലും തരംതിരിക്കപ്പെട്ട ഒരു മണലാരണ്യമായിരുന്നു. അവിടെ കാണാതരമായ പ്രവാചകൻ കടന്നു വരുന്നത്, അവിടുന്ന് പ്രവാചകൻ മക്കക്കാരോട് വിളിച്ചു പറഞ്ഞത്, എല്ലാ മനുഷ്യരും കറുത്തവരും വെളുത്തവരും ഏത് മതസ്ഥരാണെങ്കിലും ഏത് ജാതിയാണെങ്കിലും അവരെല്ലാം ഒരു ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്നാണ്. അതുകൊണ്ട് മതത്തിന്റെ പേരിൽ തല്ലിത്തല്ലാതെ സൗഹൃദപരമായി ജീവിക്കാനാണ് പ്രവാചകൻ മുന്നോട്ട് വെക്കുന്നത്. ഇതിലെവിടെയാണ് വർഗീയത? ഇന്ന് ലോകം എന്തെടുത്താലും ഏതൊരു വിഷയം എടുത്താലും അതിന്റെയൊക്കെ വർഗീയവാദം കറങ്ങി തിരിഞ്ഞെത്തുന്നത് ആദരവായ പ്രവാചകനിലേക്കാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ലോകത്ത് മദീനയാണ് ആദ്യമായി ഭരണഘടന, മതേതരത്വ ഭരണഘടന നിലവിൽ. ആദരവായ പ്രവാചകൻ മക്ക പിടിച്ചടക്കിയപ്പോ അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരെയും അതുപോലെ തന്നെ മുസ്ലിങ്ങളെയും ആട്ടി പുറത്താക്കുകയല്ല ചെയ്തത്.
തങ്ങളുടെ മതേതരം മതസൗഹാർദ്ദം നമുക്ക് എടുത്തു കാണാൻ കഴിയുന്നതാണ്. മദീനയിലുള്ള ദൂതന്മാരെ ആദരവായ പ്രവാചകൻ അവിടുന്ന് പുറത്താക്കിയിട്ടില്ല, അവിടുന്ന് കൊല ചെയ്തിട്ടില്ല. ചെറിയൊരു നികുതി വെച്ച് അവർക്ക് മദീനയിൽ ജീവിക്കാനുള്ള അവസരം ചെയ്തു കൊടുത്തു. മുസ്ലിമീങ്ങൾക്ക് കിട്ടുന്ന മദീനയിലെ ഖലീഫയുടെ കീഴിൽ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന അതേ സംരക്ഷണം മദീനയിലെ ദൂതന്മാർക്ക് പ്രവാചകർ ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് പ്രവാചകന്റെ മതേതരത്വം, ഇതാണ് മതസൗഹാർദ്ദം, ഇതാണ് നമ്മെ പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അല്ലാതെ ബോംബെറിയാനും മറ്റു മതസ്ഥരെ കളിയാക്കാനും അവരുടെ ആരാധനാലയങ്ങളെ തകർക്കാനും ഒരിക്കലും പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. ആദരവായ പ്രവാചകൻ ഇന്ന് നടന്നു പോകുന്ന വഴിയിൽ ഒരു കാഫിറായ സ്ത്രീ, ഒരു അമുസ്ലിമായ സ്ത്രീ പ്രവാചകന്റെ ദേഹത്തേക്ക് ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റ് വേസ്റ്റുകളും വലിച്ചെറിയുമായിരുന്നു. ഒരു ദിവസം ആ സ്ത്രീയെ കാണാതായപ്പോ ഒരു അമുസ്ലിമായി ഇട്ടുകൂടി. ആ സ്ത്രീ രോഗശൈലി കിടക്കുകയാണെന്ന് അറിഞ്ഞപ്പോ പ്രവാചകൻ സന്ദർശിച്ചു. ആ സ്ത്രീയുടെ രോഗം മാറാൻ വേണ്ടി ദുആ ചെയ്തു. അങ്ങനെ ആ സ്ത്രീ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് പ്രവാചകൻ പഠിപ്പിച്ച മതേതരത്വം. മദീനയിൽ വെച്ചുകൊണ്ട് അവിടുന്ന് മൈക്കൽ എൽഹാർട്ട് എന്നവൻ പറയുന്നു, അദ്ദേഹം കടുത്ത പ്രവാചക വിരോധിയായിരുന്നു. അദ്ദേഹം പറയുന്നു, മുഹമ്മദിനെ വിമർശിക്കാൻ വേണ്ടി, മുഹമ്മദിനെ തരം താഴ്ത്താൻ വേണ്ടി ഞാൻ മുഹമ്മദിനെ കുറിച്ച് പഠിച്ചു, ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു. അങ്ങനെ പഠിച്ചു വന്നപ്പോഴാണ് മുഹമ്മദ് എന്ന സത്യത്തെ എനിക്ക് മനസ്സിലായത്, മുഹമ്മദ് എന്ന യാഥാർത്ഥ്യത്തെ എനിക്ക് മനസ്സിലായത്. അവിടുന്ന് മദീനയിലേക്ക് ക്രിസ്തീയ പുരോഹിതന്മാരി വന്നപ്പോ അവിടുന്ന് മദീന പള്ളിയുടെ ഒരു ഭാഗത്ത് അവർക്ക് ക്രിസ്തീയമായ രീതിയിൽ ആരാധന ചെയ്യാൻ മുഹമ്മദ് സൗകര്യം ചെയ്തു കൊടുത്തു. ഈ ചരിത്രം എന്നെ വല്ലാതെ ആകർഷിച്ചു. അതുകൊണ്ട് മുഹമ്മദിനെ വാഴ്ത്താൻ വേണ്ടി അവിടുത്തെ മദീനകളും പറയാൻ വേണ്ടി മാത്രം ഞാൻ അറബി സാഹിത്യം പഠിച്ചെന്ന് മൈക്കിൾ എൽഹാർട്ട് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത്. മുഹമ്മദ് മുസ്തഫ ഒരു മതത്തെയും വിമർശിച്ചിട്ടില്ല. അവിടുത്തെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഒരുപാട് യുദ്ധങ്ങളിൽ നബിതങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് യുദ്ധങ്ങൾ കാഫിറുകളുമായി യുദ്ധം പൊരിഞ്ഞ് ജയിച്ചു കഴിഞ്ഞ അവിടുത്തെ ഒരു ആരാധനാലയങ്ങളും അല്ലാഹുവിന്റെ റസൂൽ തകർത്തിട്ടില്ല. അതുപോലെ തന്നെ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന് കൊടുക്കുന്ന നിർദ്ദേശം സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കരുത് എന്നാണ്. അമുസ്ലിമായിരുന്നിട്ട് പോലും, കാഫിറുകളായിരുന്നിട്ട് പോലും അവിടെ പ്രവാചകൻ എടുത്തു കാണിക്കുന്ന മതസൗഹാർദ്ദം ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലേക്ക് ഉയർന്നു കാണുന്ന വർഗീയത ലഹളകളും മറ്റുമെല്ലാം എന്തുകൊണ്ടും ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പ്രവാചകൻ പഠിപ്പിച്ച മതേതരത്വം. അതുകൊണ്ട് ഒരിക്കലും അല്ലാഹുവിന്റെ റസൂൽ വർഗീയത ഉയർത്തിപ്പിടിക്കാൻ പ്രേരിപ്പിച്ചിട്ടില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഹിദ ദർവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതോടുകൂടി സീനിയർ വിഭാഗം മലയാള പ്രസംഗ മത്സരം അവസാനിച്ചിരിക്കുന്നു.